നമസ്കാരം. ടി.ഡി. രാമകൃഷ്ണൻ്റെ ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന ഈ നോവലാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. 2009 ഈ നോവൽ പ്രസിദ്ധീകരിച്ചത്. ഇപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഇത് വായിച്ചു കഴിഞ്ഞു. പല രീതിയിലുള്ള ഫീഡ്ബാക്കും റിവ്യൂസൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ ഒരു പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കെന്താ തോന്നിയത് എന്നുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഈ പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ തന്നെ എഴുത്തുകാരൻ നമ്മളെ വേറെ ഒരു ലോകത്തോട്ടാണ് കൊണ്ടുപോകുന്നത്. മനുഷ്യ മാംസം കഴിക്കുന്നതും അതുപോലെ തന്നെ തീവ്രമായ വയലൻസും പെൺകുട്ടിയെ റേപ്പ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കോരയെക്കുറിച്ചൊക്കെ സംസാരിച്ചാണ് ആദ്യ അധ്യായം തുടങ്ങുന്നത് തന്നെ. സാധാരണ മലയാള നോവലുകൾ പോകാത്ത ഒരു വഴിയിലൂടെയാണ് ഈ ഒരു പുസ്തകം പോകുന്നത് എന്ന് നമുക്ക് ആദ്യത്തെ കുറച്ച് അധ്യായങ്ങൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ആരും അങ്ങനെ കൈവയ്ക്കാത്ത അതിക്രൂരമായ വയലൻസും സെക്സും അതുപോലെ തന്നെ നിഗൂഢതകളും ഒക്കെ വെച്ച് ഒരു കഥ പറഞ്ഞു പോവുകയാണ് ടി.ഡി. രാമകൃഷ്ണൻ ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന ഈ നോവലിലൂടെ. ഭ്രാന്തമായ ചിന്തയിലൂടെയാണ് ഈ നോവൽ പുരോഗമിക്കുന്നത്. ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന നിഗൂഢമായൊരു മനുഷ്യനെക്കുറിച്ച്, ആ മനുഷ്യൻ്റെ ലോകപരിചയത്തെക്കുറിച്ച്, യാത്രകളെക്കുറിച്ച്, അറിവിനെക്കുറിച്ചൊക്കെ പറഞ്ഞു പോകുന്ന നോവൽ കുന്നംകുളത്തെ 18-ാം കൂറ്റുകാരെക്കുറിച്ച് സംസാരിക്കുന്നു. 18-ാം കൂറ്റുകാരുടെ അതിനിഗൂഢമായ കുറേ ആചാരങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം ഇതിൻ്റെ അകത്ത് നമ്മളെ ഒരു ഭാവനയുടെ മറ്റൊരു ലോകത്തോട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും. അതുപോലെ തന്നെ ഈ പുസ്തകത്തിൽ അത്ഭുത വിത്ത് എന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ കുന്നംകുളം പട്ടണത്തിൻ്റെ അടിയിലൂടെ പോകുന്ന കുറേ ഗുഹകളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ മറ്റൊരു ലോകം നമ്മുടെ ഈ ലോകത്തിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള രീതിയിലാണ് ഈ കഥ നറേറ്റ് ചെയ്തു പോകുന്നത്. വളരെ രസകരമായ വായനയായിരുന്നു ഈ ഭാഗങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയൊന്നും ചിന്തിച്ച് പോകുവാൻ ഒരു സാധാരണ എഴുത്തുകാരന് സാധിക്കുന്നതല്ല. അദ്ദേഹത്തിൻ്റെ അനുഭവ പരിചയം കൊണ്ടും അദ്ദേഹത്തിൻ്റെ യാത്രകളും അദ്ദേഹത്തിൻ്റെ ഭ്രാന്തമായ ചിന്തകളുമൊക്കെയാണ് അദ്ദേഹത്തെ ഈ ഒരു നോവൽ എഴുതാൻ പ്രേരിപ്പിച്ചത് എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു കഥയാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ അടിത്തറ. ഈ പുസ്തകത്തിന് കിട്ടുന്ന ഹൈപ്പും മറ്റു കാര്യങ്ങളും എല്ലാം ഈ ഒരു ഭ്രാന്തമായ കഥയുടെ അടിത്തറയിലാണ്. പക്ഷേ ഇങ്ങനെ പറഞ്ഞു പോകുന്ന കഥ ഇടയ്ക്കൊക്കെ നമ്മളെ വിരസിപ്പിക്കുന്നുണ്ട്, വളരെ ബോറടിപ്പിക്കുന്നുണ്ട് എന്ന് പറയുകയാണ് സത്യം. കാരണം ഇട്ടിക്കോര എന്നൊരു വ്യക്തിയുടെ ജീവിതം പറഞ്ഞു പോകുമ്പോൾ, ചരിത്രത്തിൻ്റെ വഴികളിലോട്ട് തിരിഞ്ഞു പോകുമ്പോൾ, ഗണിതത്തിൻ്റെ കോംപ്ലക്സായ വഴികളിലോട്ടൊക്കെ തിരിഞ്ഞു പോകുമ്പോൾ ആ താളുകൾ നമ്മളെ മുഷിപ്പിക്കും. കാരണം നമ്മൾ ഈ പുസ്തകം വായിക്കാൻ എടുക്കുന്നത്, ആ വായന മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചരിത്രത്തെയോ അതുപോലെ തന്നെ ഗണിതത്തെയോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല. കാരണം നമുക്ക് ആദ്യം ആ എഴുത്തുകാരൻ ബിൽഡ് ചെയ്ത് വെച്ച് തന്നൊരു ഭാവനയുടെ ലോകമുണ്ട്. ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന വ്യക്തിയും 18-ാം കൂറ്റുകാരും അവരുടെ ആചാരങ്ങളും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നിഗൂഢമായ കാര്യങ്ങളിലൂടെ പോകുന്നൊരു പുസ്തകം പെട്ടെന്ന് ഗണിതത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും വഴികളിലൂടെ പോകുമ്പോൾ നമുക്കത് വായിക്കാനുള്ള ആകാംക്ഷയിലല്ല നമ്മളിരിക്കുന്നത്, നമുക്ക് കഥ അറിയാനുള്ള ആകാംക്ഷയിലാണ്. ഈ മെയിൻ പ്ലോട്ടിൽ നിന്ന് മാറി മറ്റ് പ്ലോട്ടുകളിലോട്ട് തിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് ഇടയ്ക്കൊരു മുഷിച്ചിൽ തോന്നും. പെട്ടെന്ന് ആ കഥ നമ്മുടെ ഇട്ടിക്കോരയുടെ ഭാഗത്തോട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആകാംക്ഷയോടെ നോക്കിയിരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ആ താളുകളെല്ലാം. അത് നമ്മളെ മുഷിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്കിലും ഈ പുസ്തകത്തിൻ്റെ അണ്ടർലൈൻ കഥ കാരണം നമുക്ക് ഈ പുസ്തകം പൂർണ്ണമായി മാറ്റി വയ്ക്കാനും പറ്റില്ല. കാരണം നമുക്ക് ഇതിനെന്ത് സംഭവിച്ചു എന്നുള്ള ആകാംക്ഷ നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് നമ്മളത് അറിയാനുള്ള ക്യൂരിയോസിറ്റിയിൽ മുന്നോട്ട് പോകും. പിന്നെ ഈ പുസ്തകത്തിൻ്റെ അടുത്തൊരു പോരായ്മയായിട്ട് തോന്നിയത് ഇതിൻ്റെ ക്ലൈമാക്സ് ആണ്. കാരണം ക്ലൈമാക്സിൽ നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ പ്രതീക്ഷിക്കുമായിരുന്നു. ഇത്രയും വലിയ ബിൽഡപ്പ് എല്ലാം തന്നിട്ട് പെട്ടെന്ന് ആ കഥ കൊണ്ടുപോയി അവസാനിപ്പിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. അവിടെ എന്തൊക്കെയോ എഴുത്തുകാരൻ പറയാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് ആണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു പൂർണ്ണതയില്ല, പെട്ടെന്ന് ആ കഥ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുകയായിരുന്നു. അവിടെ ഒരുപാട് കഥാപാത്രങ്ങളെ നമ്മൾ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോരേണ്ട ഒരവസ്ഥയാണ് അവസാനമായി ഇപ്പോൾ തോന്നിയത്. പിന്നെ മറ്റൊരു പോരായ്മ തോന്നിയത് നമുക്ക് ഈ പറയുന്ന കഥാപാത്രങ്ങളോടൊന്നും ആത്മബന്ധം തോന്നുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് കഥാപാത്രങ്ങൾ ഈ പുസ്തകത്തിൽ വന്നു പോകുന്നുണ്ടെങ്കിലും ഒന്നും നമ്മുടെ ഉള്ളിൽ കയറി അവരുടെ യാത്രയുടെ കൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന ഒരു അവസ്ഥയൊന്നും വരില്ല. നമ്മൾ അവരുടെ ജീവിതം വായിച്ചു പോകുന്ന രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്.
പിന്നെ ചില ഭാഗങ്ങളിൽ ചില ബ്ലോഗുകളൊക്കെ വായിക്കുമ്പോൾ അതിനൊരു ലേഖനത്തിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ഒരു നോവൽ വായിക്കുന്ന ഒരു ലാഘവത്തോടെ നമുക്ക് ആ താളുകൾ വായിച്ച് തീർക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള വായനകൾ നമ്മുടെ പുസ്തകത്തിൻ്റെ ആസ്വാദനത്തെ മുഷിപ്പിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ പുസ്തകത്തിൻ്റെ ബേസായിട്ടുള്ള കഥയുടെ പുതുമ അല്ലെങ്കിൽ അതിൻ്റെ നിഗൂഢത നമ്മളെ ഈ പുസ്തകവുമായിട്ട് അടുപ്പിച്ച് നിർത്തും. അതാണ് ഈ പുസ്തകത്തിന് ഇത്രയും വലിയ അക്സെപ്റ്റൻസ് കിട്ടുകയും ആളുകളൊക്കെ ഇപ്പോഴും വായിക്കുകയും ഒക്കെ ചെയ്യാനുള്ള കാരണം. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സിൽ എഴുത്തുകാരൻ പറയാതെ വെച്ച ഭാഗങ്ങൾ അതിൻ്റെ രണ്ടാം ഭാഗം ഉടനെ വരുമ്പോൾ അതിൽ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് കരുതുന്നു. രണ്ടാം ഭാഗം കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ എന്ന പുസ്തകം ഉടനെ റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ചുകൂടി നിഗൂഢമായ മറ്റൊരു ലോകം എഴുത്തുകാരൻ നമുക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാൻ ആ പുസ്തകത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. അടുത്ത അധ്യായത്തിൽ നമുക്ക് മറ്റൊരു പുസ്തകത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു.